അല്ല മോളൂസിന്റെ പേര് ഫാത്തിഹ ഓതില്ല നല്ലത് ആദ്യം നമുക്ക് എന്നാ പോന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഞാൻ ക്യാമറ ഓൺ ആക്കുന്നില്ല, ഞാൻ ഡിസ്പ്ലേയിലേക്ക് നേരെ വരാം കേട്ടോ. എന്നാ നോക്കിക്കോളി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്നത്. കാണുന്നുണ്ടല്ലോ. ഞാൻ അതിൽ ചോദ്യങ്ങളുള്ളത് ഇത് തന്നെ കൊടുത്തേക്കോട്ടെ. വമൻ ഖതഅതി ഇത് കാണുന്നുണ്ടോ? വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറഞ്ഞതാണ്? ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടോ? നോക്കി 2024. വെരി ഗുഡ്. ആരൊക്കെയാണ്? മുജിയെത്തി. മുജീബ് എന്ന പേര്? മോന്റെ പേരാ? ബാസിത്ത്. മാഷാ അല്ലാഹ്. ഇന്ന് നേരം വെക്കി നിങ്ങള്. ഞാൻ തുടങ്ങി, ഞങ്ങള് ക്ലാസ് തുടങ്ങിയത്. അപ്പൊ ഈ കാണുന്ന 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാലോ നമുക്ക്? നമ്മൾക്ക് അന്ന് ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. എന്നാ ഈ ജോലി നമുക്ക് ഉത്തരം എഴുതി തുടങ്ങാം. നമുക്ക് നോട്ട്ബുക്ക് എടുത്തോളി. ദുറൂസിന്റെ നമ്പർ 1 ഇടുക. എന്നിട്ട് ഉത്തരം മാത്രം എഴുതിയാൽ മതി. അസ്തജിബ് ലക്കും, ദീനിന്റെ ഷിആറുകളെ ആദരിക്കൽ, നബിചര്യ, ഖതഅതുഹു, റൗള ഷരീഫ. ഇതില് വമൻ ഖതഅകി ഏതാ ഉത്തരം വരുന്ന വെച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതുക. രണ്ടാളും എഴുതി. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേഗം എഴുതാൻ പറ്റും. അസ്തജിബിലക്കും കാണുന്നില്ല. അസ്തജിബിലക്കും ഒന്ന് അതന്നെയാ വായിക്കുന്നത്. അസ്തജിബിലക്കും, ദീനിന്റെ ഷിആറുകളെ ആദരിക്കൽ, നബിചര്യ, ഖതഅതുഹു, റൗള ഷരീഫ. ഒന്നാമത് ഒരു മമൻ ഖതഅകി. മമൻ ഖതഅകി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം വെക്കട്ടെ. ഉദ്ഉനി. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി മാഷാണ്. നിങ്ങൾ വരൂലേ?
ആ ആ ഓക്കെ. ഞാൻ കുറച്ച് തരാം, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാം. വേണ്ട. ഓക്കെ. നാലാമത്തെ ചോദ്യം വായിക്കട്ടെ. ആ കൽബുകളുടെ തഖ്വയിൽ പെട്ടത്. കൽബുകളുടെ തഖ്വയിൽ പെട്ടത്. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. അസ്തജിബുലക്കും, ദീനിന്റെ ഷിആറുകളെ ആദരിക്കൽ, നബിചര്യ, ഖതാഅത്തുഹു, റൗള ശരീഫ്. കൽബുകളുടെ തഖ്വ, തഖ്വയിൽ പെട്ടത്. അടുത്തത് ഖുർആനിന്റെ വിശദീകരണം. ഖുർആനിന്റെ വിശദീകരണം. ഇതൊക്കെ നമ്മള് വലിയ ഒരു 2 ചോദ്യം നമ്മൾ കേൾക്കാത്തതും ബാക്കിയുള്ളൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ. അതുകൊണ്ട് എനിക്ക് വേഗം ഓർമ്മയിൽ കിട്ടും. ഓക്കെ, എന്നാ ഉത്തരം നിങ്ങൾ പറയ്. വമൻ ഖതഅകി. ഖതഅതുഹു. ഖതഅതുഹു. കുടുംബബന്ധം മുറിച്ചവനെ അല്ലേ? അവനെ നമ്മൾ മുറിച്ചു. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ടത് റൗള ശരീഫ്. റൗള ശരീഫ്. വെരി ഗുഡ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾക്ക് ഉത്തരം ഞാൻ തന്നോളാം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പഠിച്ചോട് ഇങ്ങനെ ചോദിച്ചാൽ മതി, ചോദിച്ചതിനൊക്കെ ഉത്തരം കിട്ടും. ഇനി നാലാമത്തത് കൽബുകളുടെ തഖ്വയിൽ പെട്ടത്. കൽബുകളുടെ തഖ്വയിൽ പെട്ടത് ഏതാ? ഷിയാറുകളെ ആദരിക്കുക. വെരി ഗുഡ്. അതും വന്ന ക്വസ്റ്റ്യൻ തന്നെ. ഖുർആനിന്റെ വിശദീകരണോ? അതും ക്ലിയർ ആയി. ഇനി അടുത്ത ചോദ്യം നോക്കാം. നേരെ താഴെ ശരി അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യം നോക്കുക. ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നോമ്പ് സുന്നത്തായ ദിവസം. അയ്യാമുത്ത് തശ്രീഖ്, അറഫ ദിവസം, വെള്ളി. ആരെത്തി? മിഥിലാജെത്തി. ഞങ്ങൾ നിങ്ങളൊന്നും കാണായിട്ട് ഫാത്തിഹ ഓതാൻ മനുഷ്യന്മാരില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയാ? സന ഫാത്തിമ മിഥിലാജിന്റെ പേരിൽ വന്നിക്കണതാ. അതാരാ മിഥിലാജാരാ? കാക്കുവിന്റെ ഐഡിയ. അത് ശരി. അത് വല്ല മാറ്റി എന്നിട്ട് നിങ്ങളെ പേര് തന്നെ കിട്ടട്ടെ. അത് ചേർക്കൊണ്ട് കേട്ടോ. ലിങ്ക് അയക്കുമ്പോ നിങ്ങളെ പേരിലുള്ള മെയിൽ ഐ ഡിന്ന് കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പേര് പറയാൻ പറ്റും. ഇത് കാക്കുവിനെ വിളിക്കുമ്പോ ഇത് സെനയാണ്, നമുക്ക് ഓർമ്മ കിട്ടൂലേ. വേറെ ആരാ? ഒരാളുടെ ഉണ്ടല്ലോ അടുത്ത്. സെന അമ്മ. നല്ല അമ്മ. അങ്ങനത്തെ അമ്മമാര് കൂടെ ഉണ്ടെങ്കിൽ മക്കൾ സൂപ്പർ ആയിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങും. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളെ മക്കളെല്ലാരും അറിയാൻ വേണ്ടിട്ട് പറയാണ്, തൂരിസീന പർവ്വതത്തിന്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് അള്ളാഹ് മൂസാ നബിനെ വിളിച്ചു. അപ്പൊ മൂസാ നബി ഇങ്ങനെ മലമ കയറുമ്പോ കല്ലുമ്മ ചോട്ടി വിഗ്ഗാൻ പോവുകയാണ്. അപ്പൊ വിഗ്ഗാൻ പോണ നേരത്ത് മൂസാ നബിനോട് അള്ളാഹ് പറയാണ്, മൂസാ സൂക്ഷിക്ക്, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. ഉമ്മാര് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞമ്മക്കൊക്കെ സ്വർഗം. ഓലില്ലാണ്ടായ പിന്നെ നമ്മളെ കഥ കട്ടപ്പുകയാണ്. വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോ ഉമ്മ എങ്ങനത്തെ ഒരു വിരുന്ന് വയ്ക്കാന്ന് എഴുതിക്കോളി. നമ്മള് പെരയിലെത്തി, അമ്മരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, താക്കോലും ഇല്ല. എത്ര അവസ്ഥ ഉണ്ടാവും, എത്ര പ്രയാസം ഉണ്ടാവും നമുക്ക്. ഉണ്ടാവൂലേ? ഉമ്മാരെയൊക്കെ നമ്മള് പൊന്നുപോലെ അങ്ങോട്ട് നോക്കണം ഇനിട്ടോ. ഇതുവരെ നമ്മളെ നോക്കിയില്ലേ, ഇനി ഉമ്മാരെ അങ്ങോട്ട് നോക്കണം. എങ്ങനെ? നല്ലത്. അതിനെ പറഞ്ഞത്, ഉമ്മാര് നമ്മളെ കൂടെ ഉണ്ടാവുമ്പോ നമുക്ക് ധൈര്യം കൂടും, ശക്തി കൂടും.
അപ്പോ ഫസ്റ്റ് റാങ്ക് കുട്ടിക്ക് വാങ്ങുമ്പോ ഏറ്റവും സന്തോഷം കുട്ടിക്കാ ഉണ്ടാവുക അതോ ഉമ്മാക്കാ ഉണ്ടാവുക? ഉമ്മാക്ക്. അപ്പൊ ഉമ്മാക്കുള്ള സ്വർഗം നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഫസ്റ്റ് റാങ്ക് അല്ല, അതിലെ ഏറ്റവും ടോപ്പ് ഏതാണ്? ടോപ്പ് പ്ലസ്. അത് നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ ഫോട്ടോ ഇങ്ങോട്ട് വരണം. അപ്പോൾ അമ്മക്കുള്ള സന്തോഷം കിട്ടുക. അപ്പോ സാധാ ഉമ്മാര് ആണെങ്കിൽ പഠിച്ചോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഉമ്മ നമ്മളെ കൂടെ പഠിക്കാനിരിക്കുമ്പോ അൽഹംദുലില്ലാ അപ്പൊ ഉമ്മാർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യണം കേട്ടോ. ഉമ്മാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് വേണം മദ്രസക്ക് സ്കൂൾക്കൊക്കെ പോവാൻ. തിരിച്ചു വന്നാലും കൈ കൊടുത്ത് സലാം പറഞ്ഞിട്ട് വേണം പോരാൻ കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അപ്പൊ നോമ്പ് സുന്നത്തായ ദിവസം എഴുതിയോ? അയ്യാമ തശ്രീഖും അറഫാ ദിവസം വെള്ളി ഇതിൽ ഏതെങ്കിലും ഒന്ന്? ഒക്കെ പാടെ എഴുതാൻ പറ്റില്ല. ഒരു ഉത്തരം ശരി അടയാളപ്പെടുത്താനാണ്. അതല്ല 5 ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതി. എന്നോട് കഥ പറയിപ്പിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതുക, അത് ശരിയാകോ? അപ്പൊ എന്നെ പറ്റിച്ച്. മസ്ജിദുൽ ഹറാമിലെ എല്ലാരും എഴുതിയണോ? മുബാറക് മുബാറക്ക് ഇനി വിളിക്കാൻ പറ്റൂല, ആരാന്നുള്ളത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കണില്ല. അപ്പൊ എന്നാ ഞാൻ വായിക്കണ്ട, എന്നാ ഉത്തരം പറഞ്ഞാൽ മതി അല്ലേ? നോമ്പ് സുന്നത്തായ ദിവസം അപ്പൊ ഏതെങ്കിലും എഴുതി? വെള്ളിയാഴ്ച. അറഫാ ദിവസാണ്. വെള്ളിയാഴ്ച വ്യാഴവും തിങ്കളുമാണ് ദിവസത്തിൽ പറയാ. വ്യാഴവും തിങ്കളും. അറഫാ ദിവസം അതിലെ പ്രത്യേകത എന്താ? ദോഷത്തിനെ കുറിച്ച് കണ്ടോ പറഞ്ഞില്ല നമ്മള് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ? അറഫാ ദിവസം നോമ്പ് നോറ്റാലുള്ള മഹത്വം എന്താ? ഏത് പേജിലാ അത് പറയണോ? ഏത് പാഠത്താ പറയണത്? പാഠം ഓർമ്മ ഉണ്ടോ? അറഫാ നോമ്പ് സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറയണ ഭാഗം. സൗമ് സുനനു സോമ അല്ലല്ലോ. കിതാബ് എടുക്കുക, ഒന്ന് മറിച്ച് നോക്കി. ഞങ്ങൾക്ക് അറിയുന്നത് ഞാൻ കിതാബ് എടുക്കാതെ പോരും ചെയ്തു. ഒന്ന് മറിച്ച് നോക്കാണ്. ഏത് കിതാബിലാ, ഏത് പാഠത്തിലാ? അല്ല, കിതാബ് ദുറൂസ് ഏത് പാഠത്തിലാന്ന് പറഞ്ഞു? കണ്ടോ അറഫാ നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗം? ഇത് കുട്ടികൾ ഞാനും കുടുങ്ങിയ. അറഫാ നോമ്പ് മുഫദ്ദലാത്ത് അവിടെ നോക്കി. മറിക്കി പറഞ്ഞത്. 2 കൊല്ലത്തെ ദോഷങ്ങൾ പുറത്തു തരുന്ന നോമ്പാണ് ഏത്? അറഫാ നോമ്പ്. അപ്പൊ ഏറ്റവും സുന്നത്തായ നോമ്പിൽപ്പെട്ട ഒരു നോമ്പ് തന്നെയാണ് അറഫാ നോമ്പ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അതിൽ സംശയമില്ലല്ലോ? ഇല്ല, ഉറപ്പിച്ചു. ഇനി ആ ഭാഗം ഒന്നും പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തല്ലേ, പെന്നോണ്ട് മാർക്ക് ചെയ്യല്ലേ, പെൻസിൽ കൊണ്ട് അതിനടിയിൽ നിന്ന് വരച്ചല്ലേ കേട്ടോ. പേജ് നമ്പർ പറഞ്ഞോളൂ. 15-ാമത്തെ പേജിൽ എത്രാമത്തെ വരിക? 2ാമത്തെ പാരഗ്രാഫില് 4ാമത്തെ വരി. 4ാമത്തെ വരി. ഇനി പരീക്ഷയ്ക്ക് വരുമ്പോ നമ്മളെ ബുക്കില് ഈ 4ാമത്തെ വരി നമ്മളെ മൈൻഡിൽ വരണം കേട്ടോ. ഈ ഭാഗം മുഴുവൻ, അറബി മുഴുവൻ. ഓക്കെ, ഇനി 2ാമത്തെ ചോദ്യം. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ കൂലി 10,000 10 കോടി 100 കോടി ഏതാ? 10,000 കോടി. ഓക്കെ, അറഫാ ദിവസം എന്നാ? ദുൽഹിജ്ജ 9 തന്നെയാണോ? ദുൽഹിജ്ജ 10 എന്താ?
പെരുന്നാള്. പെരുന്നാൾ ദുൽഹിജ്ജ 10 വലിയ പെരുന്നാളാണ്. അപ്പൊ അതിന് തലേ ദിവസമാണ് അറഫാ ദിവസം, ദുൽഹിജ്ജ 9. അത് തെറ്റൂല. നബിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിച്ചവർ. സഹാബികൾ. ഒരു അവയവവും മാധ്യമമല്ലാതെ കാണും. ആര്? വലിയ റസൂല് അല്ലാഹു. അപ്പോ മുമ്പ് വന്ന ചോദ്യങ്ങളിൽ ആകെ വ്യത്യാസമുള്ളത് ഈ പറയപ്പെട്ട 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ? അതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ വിശദീകരണം മുഴുവൻ വായിച്ചു പോകണോ അതോ പുതിയ സിമ്പിൾ ചോദ്യങ്ങളിലേക്ക് പോകണോ? നിങ്ങളുടെ അഭിപ്രായം? വേറെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് വലുതിലേക്ക് പിന്നെ വരാം അല്ലെ? ചില സമയങ്ങളിൽ സെയിം സാധനങ്ങൾ തന്നെ ഇവിടെ വരുന്നുണ്ടാവും കേട്ടോ. നോക്കുകയാണെങ്കിൽ ഇതില് ഈ സൈഡിൽ 4 നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ? ഈ സൈഡിൽ 4-ല് 4 വലിയ 4-ല് 4 കാണുന്നുണ്ടോ? നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ട്. ആ 4ാമത്തെ ചോദ്യം വായിച്ചത് എന്താണ്? ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കുന്ന നോമ്പ്. പൊറുപ്പിക്കുന്ന നോമ്പ് അതേതാ? ആശൂറ നോമ്പ്. ആശൂറ. നോക്കിയ ആ ഭാഗം എവിടെ കാണുന്നു നോക്കാണ്. അറഫ നോമ്പിൽ തന്നെ നമ്മൾ വായിച്ചു. ഇപ്പൊ എന്തായിരുന്നു? 2 കൊല്ലത്തെ 2 കൊല്ലമാണ് അറഫ നോമ്പ്. എന്നാല് 1 കൊല്ലത്തെ പാപം പൊറുപ്പിക്കണത് ആശൂറ നോമ്പാണ്. അയ്യാമത്തെ തശ്രീഖ് അല്ല കേട്ടോ, ആശൂറ നോമ്പാണ്. അതിന്റെ അടിയിൽ ഇതുപോലെ വരച്ചാണ് 3 മാർക്കിന്റെ ചോദ്യമാണത്. 1 കൊല്ലം. അപ്പൊ സംശയം കുട്ടികളെ തെറ്റിപ്പിക്കണ പരിപാടിയുള്ള ചോദ്യം ചോദിക്കണതാണത്. 1 കൊല്ലത്തെ പാപവും 3 കൊല്ലത്തെ പാപവും എന്നൊക്കെ പറഞ്ഞാണ്ട് വരും. അപ്പൊ 1 കൊല്ലായാല് ആശൂറ, 2 കൊല്ലാണെങ്കിൽ 3 കൊല്ലാണെങ്കിൽ 3 കൊല്ലാണെങ്കിൽ വേറെ ഉണ്ടോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ. ഇനി നമ്മൾ 1ാമത്തെ ചോദ്യം കണ്ടില്ലേ? ഇതില് ഫസ്റ്റ് ചോദ്യങ്ങളിൽ ഒമൻ കത്താക്കി പറഞ്ഞില്ലേ? ഇനി അതേ ഭാഗം വന്നിട്ട് നോക്കാണ്. ഈ 6-ല് 2ാമത്തെ ചോദ്യം നോക്കാണ്. മൻ വസലക്കി വസലതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. കണ്ടോ? ഇവിടെ തന്നെ ഉണ്ട് വമൻ ഖതഅക്കി അല്ലെ? എന്നിട്ടാണ് അവിടെ ചോദ്യം വന്നിരിക്കണത്. ഉസ്താദ്മാര് നമ്മളെ പറ്റിച്ചാൻ വേണ്ടി കാട്ടിയതാണ്. ഖതഅക്കി കണ്ടിട്ട് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് ചോദ്യം ഇവിടെയുണ്ട് അവിടെയുണ്ട്. ഖതഅക്കി ഖതഅതുഹു അതിനർത്ഥം കിട്ടുമെന്നൊക്കെ. അത് സാരം എഴുതാൻ വേണ്ടി സ്ഥിരമായി വരുന്നൊരു ഭാഗമാണ്. മൻ വസലക്കി വസലതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. അർത്ഥം അറിയോ? എളുപ്പമുള്ളതാണ്. നഞ്ഞി പഠിച്ചോളി. നമ്മളെ കുടുംബ ബന്ധത്തിന് ആരെങ്കിലും ചേർത്താൽ കുടുംബ ബന്ധം മുറിച്ചവനെ അള്ളാഹ് മുറിച്ചു, കുടുംബ ബന്ധം ചേർത്തവനെ അള്ളാഹു ചേർത്തു. എന്നാ വേഗം എഴുതിക്കാണ്. ഈ അറബി എഴുതിക്കോളി, അർത്ഥം എഴുതിക്കോളി. കാരണം ഇത് പൂരിപ്പിക്കാനും വരും, അതുപോലെ തന്നെ സാര എഴുതാനും വരും. മൻ വസലക്കി വസലതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹു അവനെയും മുറിക്കും. ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അവനെയും ചേർക്കും. എഴുതിയാ? മലയാളത്തിൽ എഴുതിയാലും മതി, അറബി മലയാളത്തിൽ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. എന്തൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേ ദിവസം നോക്കാനുള്ളതാണ് കേട്ടോ. നാളെ പരീക്ഷയാണെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷന്റെ തലേ ദിവസം നോക്കേണ്ടത്. ദുറൂസിന്റെ എക്സാം എന്നാണോ അന്ന് ഇത് നോക്കണം. ഓക്കെ, കഴിഞ്ഞു.
അല്ലേ? ഇനി ഒന്ന് അറബി വായിച്ചാണ് എല്ലാരും നോക്കിയിട്ട് വായിച്ചോളി. മൻ വസലക്കി വസലത്തുഹു വമൻ കത്താത്തി കത്താത്തുഹു. ഇനി അർത്ഥം പറഞ്ഞാണ്. ആരെങ്കിലും കുടുംബബന്ധം മുറിച്ച അള്ളാഹു അവനെ മുറിക്കും. ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അവനെയും ചേർക്കും. എവിടെ മുറിക്കുക എന്നുള്ളത് ഏതാ വാക്ക്? പേടിച്ചോ? നമ്മള് മലയാളത്തിൽ പറയുന്ന മാതിരി ഇതിൽ മലയാളം വെച്ചിട്ട് പറഞ്ഞോക്കാണ് ഏതിനാ സാധ്യത? മുറിക്കുക. കട്ട് തന്നെ. അതന്നെ ഇംഗ്ലീഷിൽ കട്ട്, മലയാളത്തില് അല്ലെ മുറിക്കുക. അതന്നെ കത്താത്തി. ചേർക്കുക എന്നുള്ളതിന് വസലത്തു. ഓക്കെ. ഇനി അതിൽ വേറെ ഒന്ന് ചോക്കേണ്ടത് ഒന്നും കൂടി ഉണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും മേലെ വ്യക്തമാക്കുക എന്നുള്ള ഒന്നാമത്തെ ചോദ്യം നോക്കാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനമാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കാണ്. ഏത്? 4-ൽ ഒന്നാമത്തെ ചോദ്യം. വലിയ 4 വ്യക്തമാക്കുകയിൽ 1. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനാണെങ്കിൽ പാപം പൊറുക്കപ്പെടുന്ന ഇസ്തിഗ്ഫാർ. ഏതാണ്? ഓർമ്മണ്ടോ? യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനാണെങ്കിലും അവന്റെ ആ പാപം പോലും പൊറുക്കപ്പെടും. ആ ഇസ്തിഗ്ഫാർ ഏതാണ്? ഓർമ്മല്ല? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ആലോചിച്ചോക്കാണ്. അറബിയ അല്ല, അതിന്റെ എന്താണ് സംഭവം? എന്തിനെ കുറിച്ചാണ് പറയണെന്നുള്ളത്? ഏത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലാണ് അങ്ങനെ അത്ര വലിയ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയാന്ന് പറഞ്ഞാൽ സംഭവിക്കാത്താണല്ലോ. ആ ദോഷം പോലും പുറത്തു കൊടുക്കുന്ന ഇസ്തിഗ്ഫാർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓർക്കുന്നില്ല? പറഞ്ഞോളി. തെറ്റിക്കോട്ടെ. തെറ്റിച്ചിട്ടെന്ന് കുഴപ്പം? പറഞ്ഞോളി. തെറ്റിച്ചിട്ടെന്ന് കുഴപ്പം? തെറ്റാണ് ഞാൻ തെറ്റെന്ന് പറയില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യോ? നമ്മളെ കൊല്ലോ? എന്നല്ല. യുദ്ധത്തിൽ നിന്ന് ആണെങ്കിൽ പോലും അവന്റെ പാപം പോലും പൊറുക്കപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. ഓർമ്മല്ല? നടക്കട്ടെ. എന്നാ ഇതിലൂടെ സാരം എഴുതുക എന്നുള്ളൊരു ഭാഗമുണ്ട്. 6-ൽ 1 നോക്കാണ്. ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. ഓർമ്മണ്ട്. അതന്നെ മോളോ. ഏത് പേജിലാണത്? അത് ഇസ്തിഗ്ഫാർ എന്ന പാഠം. എല്ലാരും എടുക്കി. ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠം എടുക്കി. കിട്ടിയാ? എത്രാമത്തെ പേജിലാ? 38-ാമത്തെ പേജ്. അന്ന് വായിച്ചു നോക്കുകയാണെ ആ ഭാഗം ഒന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇപ്പൊ നമ്മളാ കണ്ടത്. ഒന്ന് ഈ അറബി തന്നെ മാർക്ക് ചെയ്തോളൂ. ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. തീർച്ചയായും ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടും. ഫിൽ യൗമി ഒരു ദിവസം 100 മറ 100 പ്രാവശ്യം. 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. ആര്? ഒരു ദോഷം പോലും ചെയ്യാത്ത ആ പാപത്തിൽ നിന്ന് മോചിതനായ, അല്ലെങ്കിൽ നമ്മളെ പോലെ ഒന്നും അല്ല, നമുക്കൊക്കെ ഇഷ്ടംപോലെ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ സാധ്യതയോ സാഹചര്യമോ ഇല്ലാത്ത അള്ളാന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞ വാക്കാ. ഞാൻ തന്നെ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെല്ലുന്ന. അപ്പൊ ഇത് ആദ്യം എഴുതിച്ചോളി. ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത്ത മറ. മിഅത്ത എന്നൊക്കെ അറിയും, 100. മറ പ്രാവശ്യം, 100 പ്രാവശ്യം. യൗമ പറഞ്ഞ ദിവസം, ഫിൽ യൗമ പറഞ്ഞ ദിവസത്തിൽ. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമുക്കറിയാം. ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. ഫിൽ യൗമി മിഅത്ത മറ, 100 പ്രാവശ്യം ഒരു ദിവസം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കൽ തേടും. അങ്ങനെയൊക്കെ എഴുതാം. എഴുതി അറബി എഴുതി, അർത്ഥം എഴുതി. ഇനി ഇതൊന്ന് നോക്കാണ്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനാണെങ്കിലും പാപം പൊറുക്കപ്പെടുന്ന ഇസ്തിഗ്ഫാർ, അത് അതിലെ ഏതാ നോക്കാണ്, കണ്ടുപിടിച്ചാണ് അതിൽ നിന്ന് നോക്കിയിട്ട്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതാണ് അതിന്റെ അടിയിൽ വരച്ചാളി. നമുക്ക് എഴുതാൻ നേരല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഈ ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ വരച്ചില്ലേ, പെൻസിൽ കൊണ്ട് വരച്ച ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, കോട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ നിങ്ങൾ ഇട്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും കാണും, ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന് എടുത്തിൽ വരക്കാൻ പറഞ്ഞത് മാത്രം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അയച്ചെന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ എഴുതൊന്നും വേണ്ട. ഓക്കെ, അതിന്റെ അർത്ഥം എഴുതണോ? വേണ്ടല്ലോ, വേണ്ട. അത് ആ ദിക്റല്ലേ, ദിക്ർ നിങ്ങൾ ചെല്ലിയാൽ മതി, അർത്ഥമൊന്നും വേണ്ട. അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ എഴുതാൽ മതി. ഇപ്പൊ നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഇതിലുള്ള 3-ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോയാലോ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർക്ക് പോവാം. എനിക്ക് തോന്നുന്നു 2024 നമ്മൾ തീർത്തു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, 3-ൽ 1-ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഭാര്യയുടെ കടമ എന്ത്? 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്തെന്ന് എഴുതണ്ട, ഭാര്യയുടെ കടമ എന്ന് എഴുതാം. ഹെഡിങ് ആയിട്ട് എഴുതാം, ഭാര്യയുടെ കടമ. മലയാളത്തിൽ എഴുതിയാലും മതി, ഭാര്യയുടെ കടമ. ഇനി ഉത്തരം സ്വന്തമായിട്ട് എഴുതാം, തെറ്റിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഭാര്യയുടെ കടമ. ഓക്കെ, കഴിഞ്ഞില്ലേ? എന്നാ പറയ്, എന്താണ് ഭാര്യയുടെ കടമ? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. അത്രേ ഉള്ളൂ. ഭർത്താവിനെ പൂർണ്ണമായും അംഗീകരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ അംഗീകരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ അംഗീകരിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൽഹംദുലില്ലാഹ് നല്ല മക്കളെ നമുക്കും കിട്ടുള്ളൂ. നമുക്കും അങ്ങനെ നല്ല മക്കളാകാൻ കഴിയണം. നമ്മളമ്മമാരും അങ്ങനെ നമ്മളെ വാപ്പാനെ നന്നായി അംഗീകരിക്കുന്നുണ്ടാണ്. ഉമ്മ വാപ്പാനായിട്ട് കച്ചറ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഉമ്മാനെ അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല നമുക്കും അതേപോലെ കുടുംബ ജീവിതം കൊണ്ടെടുക്കാനും കഴിയില്ല. അപ്പൊ ഭാര്യയുടെ ഏറ്റവും വലിയ കടമ മക്കളെ നോക്കലാണ്. പക്ഷെ മക്കളെ നോക്കണമെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനം തന്നെയാണ് ഭർത്താവിനെ പരിപൂർണമായി അംഗീകരിക്കുക തന്നെ. ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് മാർക്ക് ചെയ്തിടുക. ഏത് പേജിലാന്ന് നിങ്ങൾക്ക് അറിയോ? ഏത് പേജിലാന്ന് ഓർമ്മയുണ്ടോ? 30-ല് എത്രാമത്തെ വരി? 30-ാ 31-ാ? 31-ല് എത്രാമത്തെ വരി? ലാസ്റ്റ് പാരഗ്രാഫിലെ 1-ാമത്തെ വരി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതിന്റെ അടിയിൽ എങ്ങനെ വരച്ചത്? അതൊന്ന് വായിച്ചാണ്. ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. അതന്നെ.
ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുക. എണീക്കാൻ പറഞ്ഞാൽ എണീക്കുക, അങ്ങോട്ട് ഓടുക പറഞ്ഞാൽ ഓടുക, ചാടിക്കുക പറഞ്ഞാൽ ചാടുക, അല്ലെ? അങ്ങനെ തന്നെ എന്താ പറഞ്ഞു, പരിപൂർണമായി അംഗീകരിക്കുക, അനുസരിക്കുക തന്നെയാണ്. ബാങ്ക് കൊടുക്കണ്ടേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആയിക്കോട്ടെ, നിങ്ങൾ ഇനി മുണ്ടണ്ട, ഞാൻ കുറച്ചേരം മുണ്ടും കേട്ടോ. ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ മുണ്ടാക്കും ചെയ്യണ്ട. അടുത്ത ചോദ്യം എത്തിച്ചോളി. വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് എന്ത്? വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് എന്ത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ നാട്ടിൽ പോയ പിന്നെ നമ്മൾ ഈ ഞാൻ പറയാൻ കാരണം ഈ ഒരു ടീം ഞാൻ എഴുതി വെച്ചത് തന്നെ ഒരാളെ നമ്പർ മാത്രം പേര്. അപ്പൊ ഞാനിങ്ങനെ നമ്പർ നമ്മളെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് നോക്കി. ടൈപ്പ് ചെയ്തപ്പോ അതില് മറ്റേ അമിനി ദ്വീപിലൊരു ഇതല്ലോ, അമിനി ദ്വീപിലൊരു ദ്വീപില് ആ കുട്ടിയുടെ നമ്പറാണ് പേര്. അപ്പൊ ഞാൻ തന്നെ പുറത്ത് തേക്കുന്ന ആ കുട്ടിയുടെ പേര് എഴുതി വെച്ചത്. അപ്പൊ അപ്പൊ ഇപ്പോഴാ കൊടുക്കണം അങ്ങോട്ട്. لا حول ولا قوة إلا بالله. لا حول. الله الله. لا إله. നാട്ടിലും കഴിഞ്ഞില്ലേ? പറഞ്ഞ നമുക്ക്. അപ്പൊ നമ്മള് വിവാഹത്തിന് രണ്ടാമത്തെ ചോദ്യം, വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത്. എന്താ ഉത്തരം എഴുതി നിങ്ങള്? അന്യനായ ഒരു പുരുഷനും അന്യായ ഒരു സ്ത്രീയും ഇണകളായി മാറുകയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. യെസ്, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അത് ഏത് വരിയില അല്ലെങ്കിൽ എത്രാമത്തെ പേജിൽ? 30ാമത്തെ പേജില് ഫസ്റ്റത്തെ വരിയാണ്. അപ്പൊ അത് അതേപോലെ മാർക്ക് ചെയ്ത് വെച്ചാണ്. 4 മാർക്കിന്റെ ചോദ്യം. അത് പല രീതിയിൽ അത് ചോദിക്കുക. ഇനി വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ
കാരണം അത് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് അതേപോലെ മാർക്ക് ചെയ്ത് വെച്ചല്ലേ, അടിയിൽ ജസ്റ്റ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ അപ്പൊ തന്നെ ഉസ്താദ് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ കയറിയ സാധനം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ എഴുതിനോ, ഉത്തരം എഴുതിനോ? മൂന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കുവന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകവാസികളുടെ കിടത്തം ഏത്? നരകവാസികളുടെ കിടത്തം. മുഖം ഫുൾ മുഖം വെക്കുന്ന പോലെ എഴുതിക്കോളി. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതുപോലെ എഴുതും. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയുള്ള വെച്ചാൽ ആ പുള്ളിയും കുത്തുന്നൊക്കെ ഒന്നും ഒഴിവാക്കാതെ എഴുതുന്ന കുട്ടിക്കാണ് ഉസ്താദ്മാർ ഫുൾ മാർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് എഴുതി പഠിക്കാം. അതിനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇന്ന് രാത്രി നമ്മൾ എടുത്ത് നോട്ട് ബുക്കിലേക്ക് എഴുതി ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരും കാണാനും പറ്റും, നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആക്കാനും പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകവാസികളുടെ കിടത്തം ഏത്? എങ്ങനെ കിടക്കണം നല്ല നോക്കുകയാണ് നിങ്ങളെ. നരകത്തിലെ കിടത്തം എന്ന് പറഞ്ഞ കിടത്തം ഏത് പേജിലുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? നരകവാസികളുടെ കിടത്തം ഹെഡിങ്, പാഠത്തിന്റെ ഹെഡിങ് ഓർമ്മ ഉണ്ടോ? ഏത് പാഠത്തിൽ ഉണ്ടാവുക എന്നറിയാം? അത് ഓർമ്മല്ല? ഹിഫ്ളുൽ ലിസാനാണ് തോന്നുന്നു. പിന്നെ തൊട്ട് മേലത്തെ അതിന് മുന്നത്തെ പാഠം ഏതാ? ജീറാൻ. ജീറാൻ, അയൽവാസി. അതിനാ മുന്നത്തെ പാഠം സിലത്തു റഹിമി, കുടുംബ ബന്ധം ചേർക്കുക. പിന്നത്തെ പാഠം അസ്സബർ. സബർ. ഉറക്കവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാഠം പറഞ്ഞോ? നൗം. അത് തന്നെയാണ് നൗമ് തന്നെ. അതിനാണ് ഉറക്കം എന്ന് പറയാം. അതാ പാഠം തുറക്കി. നൗമാണ് ഉറക്കം. ആ പാഠം പേജ് എടുക്കി. ഏത് പേജിലാ? 33. തുറക്കി. അതിലിങ്ങനെ നോക്കിയേക്കാണ്, ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. നരകവാസികളുടെ കിടത്തം. പുരുഷന്മാർ കമിഴ്ന്ന് കിടക്കുന്നത്. സ്ത്രീകൾ മലർന്നു കിടക്കുന്നതും നരകവാസികളുടെ കിടത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാ പെൻസിൽ എടുക്കി. വരച്ചോളി. നരകവാസികളുടെ കിടത്തം ഏത്? ഉത്തരം കിട്ടി. ആണുങ്ങൾ എങ്ങനെ കിടക്കുക? കമിഴ്ന്ന് കിടക്കുക. പെണ്ണുങ്ങള് മലർന്ന് കിടക്കുന്നതുമാണ് നരകവാസികളുടെ കിടത്തം എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളൊക്കെ എങ്ങനെയൊക്കെ കിടക്കണേ നമുക്ക് തന്നെ അറിയില്ല അല്ലെ. ഉമ്മാര് വന്ന് പുറപ്പെട്ട് മൂടുമ്പോ ഉമ്മാർക്കൊക്കെ പാടാ അറിയുള്ളൂ നമ്മളെ കിടത്തം എങ്ങനെയാന്നുള്ളത്. അല്ലാഹ് കാക്കട്ടെ. ഇപ്പൊ അത് കണ്ടില്ലേ? അതേ പേജ് കണ്ടില്ലേ? അതായത് ഈ ഉസ്താദിനെ അറിയാം. എന്നിട്ട് ഉസ്താദിനെ നമ്മളെ പറ്റിച്ചു നോക്കണ്ട. ഉസ്താദല്ല കണ്ടുപിടിച്ചത്. ഇപ്പൊ നിങ്ങളാണ് ആ പാഠം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇനി അത് മറക്കൂല. നരകവാസികളെ കിടത്തം എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിട അടച്ചാൽ തന്നെ കിതാബിന് പേജ് നമ്പറും കിട്ടും, ആ വരിയുടെ കിട്ടും. അതുപോലെ എഴുതാൻ കഴിയില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം, കാരണം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. നാശകരമായ 2 അവയവങ്ങൾ ഏതെല്ലാം? നാവ്. ഒന്ന് നാവാണ്. ഒന്ന്. 2 ലിസാൻ തന്നെയാണ് നാവേ. അതന്നെ. അത് ഏത് പേജിലാ പറയണെന്ന് അറിയോ? 28. 28. ഈ ഹിന്ദുസ് പറയല്ലേ 28ന്റെ അന്ന് എന്നൊക്കെ പറയാൻ
ഒരാൾ മരണപ്പെട്ടതിന്റെ 28ാം ദിവസം എന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മളെ 28ലേക്ക് കൊണ്ടടക്കുന്ന സാധനം തന്നെയാണ് ഈ പറയപ്പെട്ട ഈ 2 സാധനങ്ങൾ. അല്ലേ? അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓക്കേ. അപ്പൊ അത് രണ്ടും മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അത് എഴുതിയൊക്കൊന്നും വേണ്ട, നിങ്ങളെ ഓർമ്മയിലുണ്ടാവും, ഇനി മറക്കൂല. ഇനി 5ാമത്തത്, ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത സമയം ഏത്? അസറിന് ശേഷം അസറിന് ശേഷവും സുബഹിന്റെ മുന്നേ അല്ല, ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന്റെ ശേഷവും. പേജ് നമ്പർ എവിടെ? പേജ് നമ്പർ 34. ഇടുക്കി 34 എടുത്തിട്ട് ഇത് അതുപോലെ എഴുതി വെക്കണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വരച്ചാൽ മാത്രം മതി, എഴുതണില്ല. ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത സമയമാണ്. 1 ഫജ്ർ വെളിവായ ശേഷം. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അത് കിടക്കാൻ തോന്നും. അപ്പൊ നമുക്ക് കിടക്കാൻ തോന്നിപ്പിച്ചതാണ് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അസറിന് ശേഷം ഇന്ന് കളിയൊന്നുമില്ല, ഇന്ന് മഴയാണ്, അത് കിടന്നുറങ്ങും. ആ 2 നേരം ഉറങ്ങിയാ പിന്നെ ഉമ്മാരെ ചീത്തയും ഒക്കെ പാടെ കേൾക്കുമ്പോ ആ ദിവസം അത് പോകും. ഇബ്ലീസാണ് നമ്മളെ ചെവി പാത്തി പറയുന്നതാണ് ആ ദിവസമാണ്. അപ്പൊ ഇനി നമുക്ക് ആ നേരം ഒന്നും കൂടി ശ്രദ്ധ കൊടുത്ത് ഇനി നമ്മളെ കെണിപ്പെടുത്താൻ ഇബ്ലീസ് റഹ്മത്തുള്ളാഹിയിലേക്ക് കിട്ടൂല. ആ 2 നേരം ഇനി നമ്മൾ ഉറങ്ങൂല എന്ന് ഉറപ്പിച്ചോളി. ഉറപ്പിച്ചില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? മാർക്ക് ചെയ്തോ? ഓക്കെ. വെറുത്തതല്ലേ ചോദിച്ചിരിക്കണത്? അതെ വെറുത്ത സമയം. അപ്പൊ ഇശായിന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും അതാണ് അവിടെ പറയണേ. അതൊന്ന് വായിച്ചോ. രണ്ട് ഭാഗം വായിച്ചോ. ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന്റെ ശേഷവും ഉറങ്ങരുത് എന്നാ പറഞ്ഞേക്കണല്ലേ? അപ്പൊ അവിടെ മാറ്റണം. അപ്പൊ വെറുത്ത സമയം എന്ന് ചോദിച്ചാൽ ഏതന്നെ എഴുതാൻ പറ്റുള്ളൂ. സമയം ഏതാ എഴുതുക? ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നത് അത് എഴുതിയ പോരെ? അങ്ങനല്ലേ എഴുതണ്ടേ? വെരി ഗുഡ്. താങ്ക് യു. ഇന്ന് എന്റെ കയ്യിൽ കിതാബ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടണമില്ല. അപ്പൊ ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത സമയം എന്നത് അത് പ്രത്യേകം മാർക്ക്. മറ്റേത് കളയണ്ട, അതവിടെ നിന്നോട്ടെ കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്, വേറെ ചോദ്യ പേപ്പറിലുള്ളതാണ്. ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത സമയം എന്ന് പറഞ്ഞാൽ ഇശാഇന്റെ മുമ്പുള്ള സമയം. അപ്പൊ അഗ്നി അതേ ചോദ്യം തിരിച്ചു ചോദിക്കാം. സംസാരം അള്ളാഹിന്റെ റസൂല് വെറുത്ത സമയം ഏതെന്ന് ചോദിച്ചാൽ വർത്താനം പറയലേ. അള്ളാഹിന്റെ റസൂല് വെറുത്ത സമയം ഏതാന്ന് ചോദിച്ചാൽ അയ്യോ ചോദ്യം കേൾക്കി ഒന്നും കൂടി. ഉറക്കത്തെ നബി വെറുത്ത സമയം 1. രണ്ടാമത്തെ ചോദ്യം സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത സമയം. അതാണ് സംസാരിക്കുന്ന. ആദ്യത്തെ ആൻസർ ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസർ ശേഷവുമാണ് നബി സല്ലല്ലാഹു ഉറക്കത്തെ സങ്കടം വന്നു. ഒന്നുകൂടി നോക്കി. ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത സമയം. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തു. പിന്നെ സംസാരിക്കുന്നതോ? ആ സെന്റൻസ് ഒന്നുകൂടി വായിച്ചു. ആ ടെക്സ്റ്റ് ബുക്കിലെ പാഠം അത് ആ വരി ഒന്നും കൂടി ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കൽ. അപ്പൊ സംസാരം വെറുത്തത് എപ്പോഴെന്ന് വെച്ചാൽ ഇശാഇന് ശേഷം. ക്ലിയർ ആയ മക്കള്?
ഇനി ഉറക്കം അള്ളാന്റെ റസൂല് വെറുത്ത സമയം ഇഷായിന് മുമ്പും ഫജർ അത്ര വേണ്ട, ഇഷായിന്റെ മുമ്പേ നബി അത് മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തെ അവിടെ നിൽക്കട്ടെ, വെറുത്തിരുന്നു. ഇന്നസെന്റ് നിക്കട്ടെ, അവിടെ നിക്കട്ടെ. ഉറക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത സമയം ചോദിച്ചാ ഇശാഇന് മുമ്പ്. സംസാരം വെറുത്ത സമയം എപ്പോഴാന്ന് ചോദിച്ചാ ശേഷം. അപ്പൊ ആ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പോലെ ഒന്ന് വായിച്ചാണ്. ഇഷായിന് മുമ്പ് ഇനി നിങ്ങൾ തെറ്റിക്കൂലല്ലോ ആരും? ഇല്ല. ഇനി നേരത്തെ നമ്മൾ വായിച്ച ഭാഗല്ലേ ഒന്നും കൂടി, ഏത് സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും എന്നുള്ള ആ ഭാഗം ഒന്നും കൂടി വായിച്ചാണ്. ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അസറിന്റെ ശേഷവും ഉറങ്ങരുത്. അത്രേ ഉള്ളൂ. അവിടെ വെറുത്തുന്നുള്ള വാക്ക് പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ ഉറങ്ങാൻ പറ്റാത്ത സമയം ഏതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? മുമ്പ് ഉറങ്ങലിന് ശേഷം ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ വരെ അസറിന്റെ ശേഷവും. അസറിന് ശേഷം 2. വേണമെങ്കിൽ ഏതും ചേർക്കാം, ഇശാഇന് മുമ്പ് 3 ചേർക്കാം. പക്ഷെ ആദ്യം ഈ 2 എഴുതിയിട്ട് വേണം 3ാമത്തത് എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആയ മക്കൾക്ക്? ഞാൻ ഒന്നും കൂടി പറയാം. അള്ളാന്റെ റസൂല് ഉറക്കത്തെ വെറുത്ത സമയം ഏതെന്ന് ചോദിച്ചാ മുമ്പ്. സംസാരം വെറുത്ത സമയം ഏതെന്ന് ചോദിച്ചാൽ നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങാന്നല്ലാതെ അപ്പൊ സൊറ പറയണത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല എന്നർത്ഥം. ഇനി അടുത്ത ചോദ്യം, ഉറക്കം ശരിയല്ല, ഉറക്കം പാടില്ല എന്ന് പറഞ്ഞ സമയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ പറ്റൂല, അസറിന് ശേഷം പറ്റൂല. പിന്നെ ഒന്നും കൂടി ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇശാഇന് മുമ്പ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അൽഹംദുലില്ലാ. അല്ല, സമയം എത്രയായിരുന്നു വല്ല ധാരണയുണ്ട് നിങ്ങൾക്ക്? 7:49. 8 മണി ആവാനായി. സമയം ഇതാ പോണു. എത്ര സ്പീഡ് നിങ്ങൾ ആ ക്ലോക്കിനൊക്കെ ഒന്ന് പിടിച്ചു വെച്ചാണ്. ഇപ്പൊ നമുക്ക് ഈ 1ാമത്തെ പേജിലെ ഏത് ചോദ്യം ഞാൻ അങ്ങനെ ചോദിക്കണം, സ്പീഡ് പറയോ, ഉത്തരം പറയോ? 1ാമത്തെ പേജ് മാത്രം. ഒമൻ കഥാക്കി സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ടത് അതിനർത്ഥം എന്താ? ഉദൂനി അസ്തജിബുലക്കും. ചിലപ്പോ അടുത്ത കൊല്ലം ചിലപ്പോ അതേ കാര്യം സാരം എഴുതാൻ വേണ്ടി തരേ. ഉദൂനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ സ്വീകരിക്കാം, ഞാൻ ഉത്തരം നൽകാം. നിങ്ങൾ ചോദിച്ചോ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ടെ. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇന്നെ കാണിച്ചു കാണാൻ പറയാം. കുറച്ചേരം നിർത്തുക, ചില കഥയൊക്കെ പറയണ്ടല്ലേ. ഞാൻ കാണുന്നുണ്ടോ? ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് പണിയൊന്നുമില്ലാതെ ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ കുറെ കാലം. പണി ഇങ്ങനെ അന്വേഷിച്ച് പോകും. ഒരു 6 മാസം പണി അന്വേഷിക്കുകയായിരുന്നു. ആ പണി അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ദുആ ചെയ്യും, റബ്ബേ എനിക്കൊരു 25 ലക്ഷം രൂപ വേണം റബ്ബേ എന്ന് പറയും. അപ്പൊ എന്റെ ചങ്ങാതിമാര് കളിയാക്കും. ഒരു പണിക്കാണെങ്കിൽ പോകൂല, പണി അന്വേഷിച്ച് പോവുക, ചോദിക്കണ 25 ലക്ഷം എവിടുന്നാ അത് കിട്ടുക എന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോടാ ചോദിക്കണത്, എനിക്ക് എന്റെ റബ്ബ് തരുന്ന. അങ്ങനെ 6 മാസം കഴിഞ്ഞു. 7ാമത്തെ മാസം എനിക്ക് ജോലി കിട്ടി. ഒരു എന്താ പറയുക, DHL എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ 2 മാസം കഴിഞ്ഞാലേ ശമ്പളം കിട്ടും. 2 മാസം കഴിഞ്ഞപ്പോ ശമ്പളം തരുന്ന അന്നേ ദിവസമാണ് എനിക്ക് സൗദി ഫ്രാൻസി ബാങ്കിൽ ഒരു ജോലി കിട്ടിയത്. അപ്പൊ ഇവിടെ കിട്ടുന്നത് 4000 ആണ് കിട്ടാനുള്ളത്. അവിടെ 1 മാസം കിട്ടി 4000 ദിർഹം, 6000 ദിർഹം കിട്ടും, റിയാൽ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ജോലി 2 മാസം ശമ്പളം വേണ്ടാന്ന് വെച്ചിട്ട് എവിടേക്ക് പോവാണ്,
ഈ സൗദി ഫ്രാൻസി ബാങ്കിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തുന്നതോട് കൂടെ മെഡിക്കലിൽ ഞാൻ ഫെയിലായി. എനിക്ക് ജോലിയും കിട്ടിയില്ല, ശമ്പളം കിട്ടിയില്ല. ഇപ്പോൾ 6ഉം 2ഉം 8 മാസം എനിക്ക് ശമ്പളമില്ലാത്ത ആളാണ് ഞാൻ. ഞാനൊരു തീരുമാനം എടുത്തു, ഈ കൊല്ലം ജനുവരി 1 ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോകും എന്ന്. ജനുവരി 1, മാക്സിമം ജനുവരി 9 ആകുമ്പോൾ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ജനുവരി 9 ഈ പ്രവാസി ദിനം എന്ന് പറയുന്നത്. നമ്മളെ ഗാന്ധിജി പ്രവാസം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ജോലി മതിയാക്കിയിട്ട് ഇന്ത്യക്ക് തിരിച്ചെത്തിയ സമയം. അപ്പൊ ഞാന് ആ ദിവസം ഞാനും പോകുന്നു തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇനി ആകെ 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ, അല്ല 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ 8 മാസം പണിയില്ലാന്ന് നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഈ 9ാമത്തെ മാസമായപ്പോ, അല്ല 6, 2, 8 കഴിഞ്ഞ് 9ാമത്തെ മാസമായപ്പോൾ ഒരു ജോലി കിട്ടി. അതൊരു ജപ്പാനിന്റെ കൂടെ ജോലി ചെയ്യണം. ജപ്പാനി പണികൾ എന്നെ പഠിപ്പിച്ചു തന്നു. വലിയ ഷിപ്പിൽ ലോഡ് വന്നു. ആ ലോഡൊക്കെ വന്നത് ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾ ശരിയാക്കി. ഞാൻ അയാളോട് പറഞ്ഞു, പെട്ടെന്ന് ശരിയാക്കിയ മിക്കവാറും നിന്റെ നാട്ടിലേക്കും എന്റെ നാട്ടിലേക്കും അയക്കൂട്ടോ, അതുകൊണ്ട് വേഗം തീർക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേഗം വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ ചെയ്യണം എന്ന് അയാളെ മുന്നിൽ പഠിച്ചു തരുന്ന ഫാസ്റ്റായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണി കഴിഞ്ഞ ഉടനെ മോനോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, എന്നോട് വേറെ പണിക്ക് പോകാനും പറഞ്ഞു. അപ്പോൾ 9ാമത്തെ മാസം മാത്രം ഒരു മാസത്തെ ശമ്പളം കിട്ടി, ആ ഒരു പണി കിട്ടിയിട്ട്. പിന്നെയും ഞാൻ ദുആ തന്നെയാണ്, 25 ലക്ഷം വേണം റബ്ബേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലിക്കാണെങ്കിൽ ഉറങ്ങാനും തിരിയാനും അറിയാനും സമയമില്ലാത്ത ജോലിയാണ്. നിർത്തി പോരാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന പൈസകൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അനുജന് പൈസ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ നിശ്ചയ സമയമായപ്പോ നിശ്ചയ സമയം ജനുവരി 1 ഞാൻ പണി നിർത്തി, ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിലെത്തി. ഇവിടെ എത്തിയ ശേഷം ആദ്യത്തെ പരിപാടി നമ്മൾ വന്ന പാസ്പോർട്ടൊക്കെ കീറി എറിയാണ്. ഇനി ഗൾഫിലേക്ക് പോകണില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ PSC എഴുതിക്കാണ്ട് സർക്കാർ ജോലിയിൽ കയറണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ആഗ്രഹം വന്ന് അഞ്ജനയ്ക്ക് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, അഞ്ജനോട് ചോദിക്കണത്, അല്ല എത്ര ഉണ്ട് നിന്റെ കയ്യിൽ, ഞാൻ അയച്ച എല്ലാ പൈസയും കൂടെ കൂട്ടിയിട്ട്. അവൻ പറഞ്ഞു, ഇങ്ങനെ കണക്കൂട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു 25 ലക്ഷം രൂപ ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, ഉദ്ഊനി അസ്തജബ് ലക്കും, എന്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു. ഒരു പണിയില്ലാതെ നടക്കുന്ന കാലം, ഒരു കൊല്ലം മുഴുവൻ ഞാൻ ദുആ ചെയ്തത് എനിക്ക് 25 ലക്ഷം വേണമെന്ന്. എന്തിനാ 25 ലക്ഷം? എന്തിനാ കൂടുതൽ ചോദിക്കാഞ്ഞു? എന്താ കുറച്ച് ചോദിക്കാഞ്ഞു? ഈ ചോദ്യം എന്താ മാറ്റാഞ്ഞു? അതൊന്നും ഉത്തരമല്ല. നമ്മൾ ചോദിച്ചോ ഉത്തരം കിട്ടുന്ന ഉറപ്പാണ് എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, ഉദ്ഊനി അസ്തജബ് ലക്കും. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളെ ഉമ്മാരോട് നിങ്ങൾ പറയണം, ഉമ്മാരാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്, നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതാണോ, റാങ്ക് ആണെങ്കിൽ റാങ്ക്, എല്ലാ ജീവിതത്തിലും ഏത് പരീക്ഷയിലും കിട്ടണമെങ്കിൽ ആര് ദുആ ചെയ്താൽ മതി? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉമ്മാര് ദുആ ചെയ്താൽ മതി. വേറെ ആരും ദ്വാർക്കണ്ട. നിങ്ങളും ദ്വാർക്ക, നിങ്ങളെ ഉമ്മാരും ദുആ ചെയ്യുക. അപ്പൊ അതൊക്കെ നടക്കും. എൻ്റെ ഉമ്മ ദുആ ചെയ്തതിന്റെ ഫലമാണ് എനിക്ക് വീടും എൻ്റെ വാഹനവും, എനിക്കും അതല്ല എൻ്റെ അനിയന്മാർക്കും ഒക്കെ വാഹനം, കാറും സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മാരുള്ള കാലത്താണ് നമുക്ക് സ്വർഗലോകം ഉണ്ടാവുക. ഉമ്മാരില്ലെങ്കിലോ നമ്മളെ സ്വർഗമൊക്കെ തീർന്നു. എന്നാൽ ആലോചിച്ച് നോക്കിയേ, കുറേ കുട്ടികളുണ്ട്, അവരുടെയൊക്കെ ഉമ്മാര് മരിച്ചു പോയിട്ട് വീട്ടിൽ എല്ലാ പണികളും എടുക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഉമ്മ പോയ ശേഷം പിന്നെ വാപ്പ വേറെ കല്യാണം കഴിച്ച് കൊടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കളായ നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഉമ്മാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. നമ്മുടെ കാര്യം വീട്ടിലെ പണിക്കാരനൊക്കെ. ഇപ്പൊ നമ്മളെ ഉമ്മാനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം കേട്ടോ. ഓലെ നമുക്ക് എന്താണ് ദുആ ചെയ്ത് ആ കിട്ടിയത് അപ്പം നമുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ആരുടെയെങ്കിലും കൈ പൊട്ടിയിക്കണോ, കയ്യിന്റെ കാലിന്റെ എല്ല് പൊട്ടിയിക്കണോ എന്ന് ചോദിച്ചു. അതിൽ കുറെ കുട്ടികൾ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അന്ന് നിങ്ങളെ ഉമ്മ പോണ്ടാന്ന് പറഞ്ഞ ദിവസങ്ങൾ പോയിട്ടുണ്ടാവും, അതുകൊണ്ടാ പൊട്ടിയിട്ടുണ്ടാവുക. അതായത് നമ്മളെ ഉമ്മാരാണ് നമ്മളെ കാവല്. ഹഫദത്ത് എന്നുള്ള മലക്കുകള് നമ്മളെ കാവലിൽ നിൽക്കണമെങ്കിൽ ഉമ്മാരെ സപ്പോർട്ട് വേണം. എനിക്ക് അങ്ങനെ ഉണ്ടായിക്കണോ റബ്ബേ? കൈ പൊട്ടിക്കണോ? എല്ല് പൊട്ടി ഉമ്മ പറഞ്ഞ കേൾക്കാതെ പോയിട്ട്? നിന്ന് പോയിട്ട് ഉമ്മാനോട് കൈ പിടിച്ചിട്ട് ഉമ്മാനോട് മാപ്പ് പറയണം. സാരില്ലട്ട ഉമ്മ,
അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കേൾക്കാതെ പോയിട്ടാണ് എന്റെ കൈ പൊട്ടിയത് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയാം. ഇന്ന് മുതൽ നമുക്ക് ഉമ്മാരോട് വാപ്പാരോടൊന്നും ഒരു ഒറ്റട്ട് പറയാൻ തന്നെ തോന്നാൻ പാടില്ല. ശരിക്കും നമ്മൾ പറയല് കുട്ടികളോട് പറഞ്ഞു കൊടുക്കല് ഉമ്മാരോടും വാപ്പാരോടും ഒറ്റട്ട് പറയാൻ തോന്നുകയാണെങ്കിൽ അപ്പൊ നമ്മൾ നാവിനോട് സ്റ്റോപ്പ് പറഞ്ഞു കൊടുക്കണം. അടങ്ങ് വേല ചെയ്താന്ന് നാവിനോട് പറയണം. കാരണം നമുക്ക് എപ്പോഴും ഉമ്മാരോടെ കാര്യം ചിലപ്പോൾ കൂടുതൽ തർക്കിച്ച് വർത്താനം പറയാനൊക്കെ തോന്നുന്നു. ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല, വിളിക്കട്ടെ വീണ്ടും വിളിക്കട്ടെ, മോളോ വിളിച്ചാൽ നമ്മൾ കേൾക്കൂല, അല്ലെങ്കിൽ പേര് വിളിക്കുമ്പോൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. അതൊക്കെ അത്രയും നമുക്കിങ്ങനെ വെറുപ്പ് വരുന്നതിനനുസരിച്ച് നമ്മള് ഉമ്മാരിൽ നിന്ന് അകലും. ഉമ്മാരിൽ നിന്ന് മാത്രമല്ല അകലുക, അപ്പൊ നമ്മൾ സ്വർഗത്തിൽ നിന്ന് അകലും. സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല അല്ല ദുനിയാവിനും നമുക്ക് അകലും. പിന്നെ നമുക്ക് പരിക്കേക്കാരം. പിന്നെ ഇമ്മന്നെ വേണ്ടത് നമ്മളെ 1, 2 നേരാക്കി തരാൻ. കയ്യും കാലും പൊട്ടുന്നതും ഉമ്മാക്ക് തന്നെ നമുക്ക് തന്നെ വേദന ഉണ്ടാവുക. പിന്നെ ഉമ്മന്നെ വേണ്ട. അപ്പൊ ഉമ്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി പോലെ നമ്മൾ സഹായിക്കണം. എന്തെല്ലാം പണികൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങളിപ്പോ 7ാം ക്ലാസ്സിൽ എത്തിയാലോ, അതുകൊണ്ട് ഉമ്മാരെ സഹായിക്കാൻ പറ്റുന്നത് നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. ഉമ്മാർക്ക് ഇന്ന് ഉമ്മ അങ്ങോട്ട് ഇരിക്കും, ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഉമ്മാക്ക് ചായ എണീക്കണതിന് മുന്നേ ചായ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വെക്കുവോ? ഇൻഷാ അല്ലാ. അപ്പൊ ഉമ്മാർക്ക് ഇത് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കും, ഉണ്ടാക്കണ്ട, തീ പൊള്ളുന്നൊക്കെ പറയും. ഉമ്മാന്റെ നമ്മളമ്മി ഒരു കുട്ടിയെന്നല്ലോ, വല്യമ്മാന്റെ കുട്ടിയല്ലേ നമ്മളമ്മി. അപ്പൊ വല്യമ്മാരെന്ത് ചെയ്യണം? ഉമ്മ എന്റെ കൈ പൊള്ളിയിട്ട് എത്ര കൈ പൊള്ളിയാലും കുഴപ്പമില്ല, ഉമ്മാക്ക് വേണ്ടി. വൈകുന്നേരം ഞാനും അമ്മക്ക് ചപ്പാത്തി ഇട്ടെടുത്തു. മാഷാ അല്ലാ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഷെയ്പ്പ് ഒന്നും ഉണ്ടാവില്ല, അതൊന്നും കുഴപ്പമില്ല. പാത്രം കൊണ്ട് ഷെയ്പ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഉമ്മാക്ക് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ചെയ്തു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ആ വീട്ടിലെ നമ്മളെ വസ്ത്രങ്ങളിൽ നമ്മൾ കഴുകണം. ഉമ്മാരെ കൊണ്ട് കഴിക്കരുത്. നമുക്ക് നല്ല തിരക്കുണ്ടാവും, പറ്റുമെങ്കിൽ ഉമ്മാന്റെ വസ്ത്രം കൊണ്ട് നമ്മൾ കഴുകി കൊടുക്കണം. എന്താ ഇപ്പൊ എല്ലാവരും വീട്ടിലും വാഷിംഗ് മെഷീൻ ഇല്ലേ, ഓൺ ചെയ്യാനൊക്കെ നമുക്ക് അറിയാലോ. നമ്മളില്ലെങ്കിൽ മരണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ ഉമ്മ ചിലപ്പോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ പോയിട്ടൊന്ന് പിന്നെ അയലിൽ കൊണ്ടിട്ടൊന്ന് ആറിയിട്ടാൽ മാത്രം മതിയാവും. തോരയിടാന്ന് പറയില്ലേ, അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഉമ്മമാരെ സഹായിക്കാൻ നിങ്ങൾ ഒരുങ്ങുക. അപ്പൊ നമുക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. അപ്പൊ ഉദുഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ ദുആ ചെയ്യ്, അല്ലാഹ് എന്ത് ചെയ്യും? നിങ്ങൾക്കത് ഉത്തരം തരും. അപ്പോ ഉമ്മമാരുടെ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ദീനും കിട്ടും ദുനിയാവും കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഈ 2024 ഒരു പേപ്പർ നമ്മൾ ക്ലിയർ ആക്കി. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് ഇപ്പൊ എന്താ മനസ്സിലായോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചില്ലേ, ആ വരച്ചത് മാത്രം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. പല പേജിലുള്ളത്. ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് പേജ് ഈ ചോദ്യം അതുപോലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരും ചെയ്യാം. പോരെ? ഞാൻ നിർത്തട്ടെ? സലാത്തല്ലേ നമുക്ക് ചെല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ